ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു പേപ്പർ ഫ്രോഗ് ആണ്. ഇതൊരു പേപ്പർ ജമ്പിംഗ് ഫ്രോഗ് ആണ്. ഇതിനായിട്ട് ഒരു 20 സെൻറ്റിമീറ്റർ ഉള്ള സ്ക്വയർ പേപ്പർ എടുക്കുക. അത് ഹാഫായിട്ട് ഫോൾഡ് ചെയ്യുക. ഇനി അതിൻ്റെ ടോപ്പ് പാർട്ട് നമ്മൾ ട്രയാങ്കിളായിട്ട് ഫോൾഡ് ചെയ്യുക. റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും 2 ട്രയാങ്കിൾസ് ആയിട്ട് ഫോൾഡ് ചെയ്യുക. ഇനി ഇത് അൺഫോൾഡ് ചെയ്തിട്ട് ലെഫ്റ്റ് സൈഡിലേക്കും ട്രയാങ്കിളായിട്ട് ഫോൾഡ് ചെയ്തു. ഇനി നമ്മൾ ഈ പേപ്പർ തിരിച്ചു വെച്ചിട്ട് ഈ ട്രയാങ്കിളായിട്ട് ഫോൾഡ് ചെയ്തതിൻ്റെ ഇൻ്റർസെക്ഷൻ പോയിൻ്റ്, അതിൻ്റെ സെൻറ്ററിലെ പോയിൻറ്റിൽ കൂടെ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക. ഇനി വീണ്ടും തിരിച്ചു വെച്ചിട്ട് ആ സെൻറ്ററിലെ ലൈനിൽ കൂടെ അകത്തേക്ക് ഫോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ട്രയാങ്കിൾ ഫോൾഡായിട്ട് കിട്ടും. ഇനി ഇതിൻ്റെ ടോപ്പ് പാർട്ടിലുള്ള 2 ഫ്ലാപ്പുകളുണ്ട്. അത് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും 2 സൈഡിലേക്ക് ഇതേപോലെ ഫോൾഡ് ചെയ്ത് വെക്കുക. ഇനി താഴെ കുറച്ച് പേപ്പർ ഉണ്ടല്ലോ, അത് നമ്മൾ മുകളിലേക്ക് കൊണ്ടുവന്ന് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്യാം. ഇനി നമ്മൾ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന പേപ്പർ മുഴുവൻ സെൻറ്ററിലേക്ക് കൊണ്ടുവന്ന് ഇതേപോലെ ഫോൾഡ് ചെയ്യാം. ഫോൾഡ് ചെയ്തെല്ലാം കറക്റ്റായിട്ട് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ ഫ്രോഗ് ജമ്പ് ചെയ്യത്തില്ല. ലെഫ്റ്റിലുള്ള പേപ്പറും അതേപോലെ തന്നെ ഇവിടേക്ക് കൊണ്ടുവന്ന് ഒന്ന് ഫോൾഡ് ചെയ്യുക. ആ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ മുകളിലത്തെ പേപ്പർ ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് ഫോൾഡ് ചെയ്യാം. ഇനി താഴത്തെ പാർട്ട് ഒന്നും കൂടി മുകളിലേക്ക് കൊണ്ടുവന്ന് ഇതേപോലെ ഫോൾഡ് ചെയ്യുക. ഇനി ആ ടോപ്പ് പാർട്ട് നമുക്ക് ട്രയാങ്കിളായിട്ട് ഒന്നും കൂടി ഫോൾഡ് ചെയ്യണം. ഇനിയും ഈ ഫോൾഡ് ഓപ്പൺ ആക്കി നമുക്ക് സൈഡിലേക്ക് ഒന്ന് വലിച്ചു വെക്കണം. ഇത് ഇവിടെ ആ സൈഡിൽ ആ കോർണറിൽ പിടിക്കുമ്പോഴത്തേക്ക് ഇതേപോലെ കിട്ടും. അത് രണ്ട് സൈഡിലേക്കും, ലെഫ്റ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലേക്കും നമ്മൾ ഇതേപോലെ ഫോൾഡ് ചെയ്ത് വെക്കുക. ഇനി ഇത് താഴേക്ക് ഫോൾഡ് ചെയ്ത് വെക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഫ്രോഗിൻ്റെ കാലുകളായിട്ട് കിട്ടും, ലെഗായിട്ട് വരും. അത് നമ്മൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് 2 സൈഡിലേക്ക് ഈക്വലായിട്ട് ഫോൾഡ് ചെയ്ത് വെക്കുക. ഇനി നമ്മൾ ഈ ഫ്രോഗിനെ നോക്കുമ്പോൾ അവിടെ ഒരു സെൻറ്ററിൽ ഒരു പോയിൻ്റ് പോലെ കാണുന്നുണ്ടല്ലോ, ആ പോയിൻ്റാണ് നമ്മൾക്കിനിയും ഫോൾഡ് ചെയ്യേണ്ട പ്ലേസ്. ആ പാർട്ട് നമ്മൾ ഫോൾഡ് ചെയ്യുക. അതായത് ഈ ഫ്രോഗിനെ ആ പാർട്ടിൽ കൂടെ 2ആയിട്ടങ്ങ് മടക്കുക. ഇനി ഇവിടെ ഒരു റെക്റ്റാങ്കിൾ പോലെ കാണുന്നില്ലേ, അത് നമ്മൾ ഒന്നും കൂടി ഹാഫായിട്ട് ഫോൾഡ് ചെയ്യുക. ഈ താഴത്തെ പാർട്ട് കൊണ്ടുവന്ന് മുകളിലേക്ക് മുട്ടിക്കുക. എന്നിട്ട് അത് നല്ലതായിട്ട് ഫോൾഡ് ചെയ്യുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ കറക്റ്റായിട്ട് ചെയ്താൽ മാത്രമേ നമ്മുടെ ഫ്രോഗ് ചാടത്തുള്ളൂ, ജമ്പ് ചെയ്യത്തുള്ളൂ. ഒരുപാട് കട്ടിയുള്ള പേപ്പറുകൾ യൂസ് ചെയ്യരുത്. ഇനി ഒരുപാട് കട്ടിയുണ്ട് എന്ന് തോന്നുവാണെങ്കിൽ അത് ഒരു ലെയർ എടുത്താൽ മതി. കുറച്ച് മാഗസിൻ പേപ്പറോ ബുക്ക് പേപ്പറോ ഒക്കെ വെച്ച് നമുക്ക് ചെയ്യാം കേട്ടോ. ചാർട്ട് പേപ്പർ ഒന്നും ഉപയോഗിച്ചാൽ ഫ്രോഗ് ചാടിയത് വരില്ല. അപ്പോൾ അതിന് കണ്ണും ഒക്കെ വരച്ചു കൊടുത്തു. ഇനി നമുക്ക് ഫ്രോഗിനെ ജമ്പ് ചെയ്ത് നോക്കാം. എത്ര എളുപ്പമാണ് നമ്മളൊരു ജമ്പിങ് ഫ്രോഗ് ഉണ്ടാക്കിയത് അല്ലേ? ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.